ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബോംബെ ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവറാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 1 കപ്പ് കോൺഫ്ലോർ എടുക്കുക. 1 കപ്പ് കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കളർ ഒഴിക്കാം. നമ്മൾ ഇതിൽ ഓറഞ്ച് ലൈറ്റ് റെഡ് ആയിട്ടുള്ളൊരു കളറാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണ് എടുത്തായിരുന്നു. കളർ വേണ്ട എന്നുള്ളവർക്ക് കളർ ഇല്ലാതെയും ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്ത് വൈസ് നോക്കുന്നതെങ്കിൽ നല്ലത്. ബട്ട് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കളറുള്ളതാണ് നമ്മൾ അതെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാനിൽ 1 കപ്പ് ഷുഗർ, 1 കപ്പ് ഷുഗർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് സ്റ്റിക്ക് നമ്മൾ കയ്യിൽ കുറച്ച് ഷുഗർ ആക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കുന്ന പരുവാകണം. എന്നിട്ട് ആയതിനു ശേഷം നമ്മുടെ മിക്സ്ചർ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ ഷുഗർ സിറപ്പിലോട്ട് അങ്ങ് ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും മിനിമം മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ച് നേരം മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ തിക്നെസ് നല്ല തിൻ തിക്നെസ്സാണ്. അതിൻ്റെ തിക്നെസ് കുറഞ്ഞ ഒരു മീഡിയം തിക്നെസ്സായിട്ട് വരും. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാകും. അപ്പോഴേക്കും നെയ്യ് ഇടാം. നമ്മൾ ഇതിൽ 3 ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അത് ഓരോ ടീസ്പൂണായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്നട്ട് ബദാമും ഉപയോഗിക്കാം. കാഷ്നട്ട് ചെറുതായിട്ട് പകുതിയാക്കി കാഷ്നട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ടീസ്പൂൺ നെയ്യ് ഓരോ ഘട്ടമായിട്ട് ഓരോ ടീസ്പൂൺ ആഡ് ചെയ്ത് ഫുള്ളൊന്ന് മിക്സായി കൊടുത്ത് അങ്ങനെ ആഡ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെയ്യ് നമ്മുടെ ഈ ഹൽവയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന രീതിയിൽ കാണാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം നമ്മുടെ മാറ്റിയെടുക്കേണ്ട പരുവം. ഫ്ലെയിം ഓഫാക്കി മാറ്റേണ്ട പരുവം വരുന്നത്. ഇപ്പം ഏകദേശം നല്ല പരുവായിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ വച്ചിട്ട്, ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് അല്ലാതെ തന്നെ നെയ്യ് ഒന്ന് ഫുള്ള് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കൂട്ട് അതിലേക്ക് ഇടാം. ഹൽവൻ്റെ അകത്തേക്ക് ഇടാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട്, നെയ്യ് എടുത്ത സ്പൂൺ തന്നെയാണ് നല്ലത്, അപ്പോൾ ഒട്ടി പിടിക്കില്ല. അപ്പോൾ സ്പൂണിട്ട് നന്നായിട്ട് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പേപ്പർ മാറ്റി, എന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായി ബട്ടർ പേപ്പർ മാറ്റി, എന്നിട്ട് ഓരോ ഇഷ്ടമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ ഇടുക. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ ഹൽവ നല്ല സോഫ്റ്റും നല്ല അത്യാവശ്യം തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട്. ഈ മൈദ മാവിനെ പോലെയല്ല, കോൺഫ്ലവർ ഒരുപാട് തിക്നെസ് കാണില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.